നമ്മളപ്പുറത്തെ വീട്ടിൽ 2 കുഞ്ഞി പിള്ളേരുണ്ട്. ട്വിങ്സാണ്, ഒരാണും ഒരു പെണ്ണും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കാർ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇത് സെറ്റാക്കാൻ അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇവൻ്റെ കയ്യിൽ ഇത് കൊടുത്തിന്. നമ്മള് മറ്റേ ഫിറോസ്കിന്റെ സ്റ്റൈൽ പറഞ്ഞാലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി സെറ്റാക്കല്. ആ, അത് നിന്റെ ഏത് സ്റ്റൈല് എന്ന് വെച്ചാൽ അത് നീ പറഞ്ഞോ. അപ്പൊ തുടങ്ങിക്കോ. ഐഡിയ ഉണ്ടാ എന്തെങ്കിലും? എന്ത് ഞാൻ ആ ഭാഗത്തേക്ക് വരണ വന്നോ, എന്നാ പിന്നെ കാണുമല്ലോ. ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടണം. അതെന്തോ കുറച്ചവര് സെറ്റാക്കിന്ന് തോന്നുന്നല്ലേ. ഈ ഒരു വാഷർ ഉണ്ട്, വാഷർ ഇടാം. സ്പാൻഡർ ഒന്നും വേണ്ടയാണ്. ശരിക്കും സ്പാൻഡറിന്റെ ആവശ്യമില്ല. ഇത് സ്പാൻഡർ ഒന്നും ഉപയോഗിക്കാതെ സെറ്റാക്കണ്ട സാധനം. ശരി, നിന്റെ കൈ മറിയുന്നു. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ വീലായി ബാക്കിലുള്ളത്. രണ്ടാമത്തതും സെറ്റാക്കിയിട്ടായി. അതിനൊരു ക്യാപ്പും കൂടി ഇടാനുണ്ട്. സെറ്റായല്ലേ. ഇനിയിപ്പോ മൂന്നാമത്തത് ഇപ്പുറത്തെ ഭാഗത്തെ ഫ്രണ്ട് വീല്. വാഷർ എന്തെന്ന് ഈ സാധനത്തിന്റെ പേര്? അത് സ്പാൻഡർ ബോക്സ് സ്പാനർ എന്നും പറയും. എന്നാണ് പറയേണ്ടത്, എന്നും പറയുന്നല്ല. ഇപ്പൊ മൂന്നാമത്തെ വീല് സെറ്റാക്കി അതിന്റെ ക്യാപ്പ് ഇടുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇപ്പൊ നാലാമത്തെ വീല് ബാക്കിലുള്ളത് സെറ്റാക്കാൻ പോകുന്നു. ഫ്രണ്ടിലത്തെ 2 വീല്, ബാക്കിലത്തെ 1 വീലായി. ഇത് നാലാമത്തെ വീല് സെറ്റാക്കാൻ വലിയ പണിയൊന്നുമില്ല അല്ലേടാ. നമുക്ക് എന്തിപ്പോ പണിയില്ലത്? ഇല്ല, ഒന്നും പണിയില്ല. ഒന്നുമില്ലല്ലോ. ആ, അതിലുണ്ട്. അതവരെ അങ്ങനെ ഇട്ടത്. നാലാമത്തെ വീലും സെറ്റാക്കിയിട്ടായി ഇല്ലടാ. ഇത്രയല്ല സമയം ഡേറ്റ് ആക്കണം. മറ്റേതെല്ലാം വേഗം ആക്കിയിട്ടുണ്ട്. ക്യാപ്പ് ഇടണ്ടേ? അപ്പൊ നാലാമത്തത് സെറ്റാക്കിയിട്ടായി. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വീലെല്ലാം വെച്ചിട്ടായി. ഇനി ഫ്രണ്ടിലുള്ളത്. ആ ഭാഗത്ത് താണിട്ട. അപ്പൊ രണ്ടും ഒന്നിച്ച് ഓക്കെ അല്ലേ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ബമ്പർ. ഇതിൻ്റെ ഇടയ്ക്ക് 2 സൈഡ് ഗ്ലാസ് ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഡ്രൈവിങ്ങിന് ഗ്ലാസ് എന്തായാലും നിർബന്ധമല്ലേ. മറ്റേ സൈഡ് മുഖം നിൽക്കണ്ട. നമ്പർ വെക്കാൻ പോകുന്നുണ്ട്.
ആയില്ലേ? മീനൊന്നും സ്ക്രൂ ഒന്നും ഇല്ല അല്ലേ? ഉണ്ട് ഉണ്ട്. ഉണ്ടാ? സ്ക്രൂ ഇതാ. ശരി. ബമ്പറിന് 2 സ്ക്രൂ ഉണ്ടായിനി, രണ്ടും ഇട്ടു. അടുത്ത നമുക്ക് ഇടാൻ പോകുന്നത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് അയക്കാം. അങ്ങനെ സ്റ്റിയറിംഗ് ഫിക്സ് ആയി അല്ലടാ? കുറേ കളിച്ച് അത് ഫിറ്റ്. ഇനി കുറച്ച് സ്ക്രൂ ഇട്ടത് ചെറുങ്ങനെ മാറിയിട്ട് ഒരു പ്രശ്നമായി, എന്നാലും ശരിയായി ഇപ്പം. ഇനി അടുത്തത് എന്തെന്ന്? ഇനി 2 സൈഡിൽ എന്തെന്ന്? വലിയ പണിയൊന്നുമില്ല. ഇത് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പുറത്തെ ലോക്ക് ആയിട്ടിടാ. ഓക്കെ. ഇനി അടുത്തത് ഇവിടത്തേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ആയിട്ടില്ലല്ലോ. ഇനി ബാക്കിൽ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ചാരുന്ന സീറ്റ് വെക്കുന്നത് അല്ലേ? യെസ്, അത് തന്നെ. വെച്ചുവാ, ഇങ്ങനെ വെക്കാം. ഇത്രേ ഉള്ളൂ പണി. വെച്ചിട്ട് ആ സ്ക്രൂ അധികം ഇട്ട് കൊടുക്കണം അല്ലേ? ഇപ്പം ഇതും സെറ്റാക്കിയിട്ടായല്ലേ? 2 സ്ക്രൂ ഇട്ടില്ലേ? സീറ്റ് സെറ്റായി. അപ്പൊ ഇത് നമ്മളെ ഫൈനൽ വീല്. സ്റ്റെപ്പിനി. ഇതൊന്നും പണിയില്ല, അതിലത്തേക്ക് ഉന്തി കൊടുത്തത്. അതെ, ഇത് നമ്മളെ ലാസ്റ്റിലത്തെ ഒരു കണക്ഷനാണ്. ഈ പോസിറ്റീവ് ഇതിലേക്ക് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അതും കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. അല്ല, ഇനി സീറ്റിന്റെ കവർ വെക്കണ്ടേ? ഇപ്പോൾ സീറ്റിന്റെ കവർ വെക്കണം. ടെസ്റ്റ് ചെയ്തിട്ടാ? അപ്പൊ ടെസ്റ്റിംഗ് ആക്കിടാ. കണക്ഷൻ എല്ലാം കൊടുത്തു. ടെസ്റ്റിംഗ് പവർ ഓൺ റിവേഴ്സ്. ഓക്കെ അല്ലേ? പിന്നെന്തുള്ളത് ഇനി? ഓഹോ, പാട്ടും ഓണും അടിച്ചു. അപ്പൊ ബാക്കി ശേഷിക്കുന്ന ഒരേ ഒരു സീറ്റ് കവർ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ മിനുക്ക് പണിയിലേക്ക്. അതെ. സീറ്റ് ബെൽറ്റ് ആളി ഇരുന്നിട്ടാൻ പോലെ. അതെ അതെ. സീറ്റ് ബെൽറ്റ് പിടിക്കിടാ, കൈ കൊണ്ട് പിടിച്ചിട്ടിടാനില്ലേ? അപ്പൊ അത് സീറ്റും സെറ്റായല്ലേടാ? എല്ലാം റെഡിയായി. ഇപ്പൊ വണ്ടി മൊത്തത്തിൽ ഓക്കെ ആയി. ഓക്കെയാണ്. ഇപ്പൊ വണ്ടി ഫുള്ള് സെറ്റായി. ഓരോ ആംഗിളിൽ നിന്നും ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുമ്പം വരെ ഇത്ര ഭയങ്കരത്തിൽ എടുത്തിട്ടുണ്ടാവില്ല അല്ലെ വീഡിയോ? അല്ലേ? വരട്ടെ, ഇങ്ങോട്ട് വാ, തിരിഞ്ഞു വാ.
വാവ്. ടെസ്റ്റിംഗ് റിവേഴ്സ് ഓക്കെ. ये चलेगा, शायद चार्जिंग लगाना पड़ेगा।